ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് കസ്റ്റമർ മാച്ച് ലിസ്റ്റ് എന്നതാണ്. അതായത് ഗൂഗിൾ ആഡ്സിലേക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെയും ലീഡ്സിന്റെയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഗൂഗിൾ ആഡ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഡേറ്റ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇനിയും നല്ല നല്ല റിസൾട്ട്സ് എത്തിക്കാൻ സഹായിക്കും. നമ്മുടെ വീഡിയോയിലേക്ക് അടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് എന്റെ സർവീസസിനെ പറ്റിയിട്ട് അധികം ആൾക്കാർക്ക് വലിയ ധാരണയില്ല. അതുകൊണ്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമ്മുടെ സർവീസസ് ആയിട്ട് ഗൂഗിൾ ആഡ്സ് പല ക്ലയൻസിനും ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ വെബ്സൈറ്റ് ഡെവലപ്മെന്റും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആഡ്സും പോസ്റ്റേഴ്സും ആനിമേറ്റഡ് വീഡിയോസും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെറ്റയ്ക്ക് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്ന കോഴ്സസ് ആണ്, അല്ലെങ്കിൽ ലൈഫ് ട്രെയിനിങ് സപ്പോർട്ട്സ് ആണ് ബിസിനസ് ഓണേഴ്സിനും വർക്കിംഗ് പ്രൊഫഷണൽസും അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ നമ്മൾ നിങ്ങൾക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ തന്നെ ലൈവായിട്ട് സപ്പോർട്ട് നമ്മൾ തരുന്നുണ്ട്. അത് കഴിഞ്ഞ് ബിഗിനേഴ്സിനും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുൾ കോഴ്സസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്ന കൺസൾട്ടേഷൻ ആണ്. എന്തൊക്കെയായാലും നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 hour കൺസൾട്ടേഷൻ സെഷൻ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് പ്രോമോ കോഡ് YT വീഡിയോ എന്നുള്ള ഒരു പ്രോമോ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാറ്റ് 500 rupees ഡിസ്കൗണ്ട് എന്ത് സർവീസിനും ഞാൻ തരുന്നുണ്ട്. ഈ കാണുന്ന നമ്പറിലേക്ക് എന്നെ വാട്സാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്ന 75% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അത് എന്തോന്നടേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്റെ ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ നെക്കി താഴേക്ക് നെക്കി ഓൾ ഇട്ട് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. അതേപോലെ തന്നെ ഈ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വെറും ഒരു ബിരിയാണിയുടെ കാശിന് എല്ലാ മാസവും നിങ്ങൾക്ക് പ്രീമിയം വീഡിയോസ് ആക്സസ് ചെയ്യാം. അങ്ങനെ നമുക്ക് നേരെ ഗൂഗിൾ ആഡ്സിലേക്ക് പോകാം. അപ്പൊ യൂഷ്വലി ഈ കസ്റ്റമർ മാച്ച് ലിസ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ റെക്കമെൻഡേഷൻസ് ടാബിന്റെ അകത്താണ് നമ്മൾ കാണുന്നത്. ഏഹ് അപ്പോൾ ഇതാണ് കസ്റ്റമർ മാച്ച് ലിസ്റ്റിന്റെ സംഭവം. അപ്പൊ ഇവര് പറയുന്നുണ്ട്, നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3-4 ഗുണങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഒരു ഒരു 500 പേരുടെ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ നിങ്ങൾക്ക് കിട്ടിയ ലീഡ്സ് ആണ്. ഇത് വേറെ ആരുടെയും വേറെ സ്ഥലത്ത് നിന്ന് കിട്ടിയ ലീഡ്സ് ആകരുത്. ഇതൊരു കണ്ടീഷനാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ലീഡ്സിനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് അപ്ലോഡ് ചെയ്യാം. എങ്ങനെ? ഒരു ഗൂഗിൾ ഷീറ്റിൽ എൻ്റർ ചെയ്ത് ചുമ്മാ അപ്ലോഡ് ചെയ്താൽ മതി. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ആൾക്കാരിലേക്ക് മാത്രം നമുക്കൊരു ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ആഡ്സ് റൺ ചെയ്യാം. ഇവർക്ക് മാത്രം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് പ്രൊഡക്റ്റ് വാങ്ങാതെ പോയ ചില ആൾക്കാരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സർവീസ് തേടാതെ പോയ ആൾക്കാരുണ്ടാവുമല്ലോ, അവരിലേക്ക് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പരസ്യം റൺ ചെയ്യാം. അല്ലെങ്കിൽ അവര് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ കസ്റ്റമേഴ്സ് അല്ല. അപ്പൊ അവരിലേക്ക് മാത്രം നിങ്ങൾക്ക് സെറ്റ് ഓഫ് ആഡ്സ് റൺ ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. അങ്ങനെ 1-2 ഗുണങ്ങളാണ് നമുക്കുള്ളത്. പിന്നെ ഒരു മെയിൻ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവനാണ് റീച്ച് ന്യൂ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. അതായത് നിങ്ങളൊരു ഒരു ഉം, 500 പേരുടെ നല്ല കൺവേർഷൻസ് തന്ന നല്ല പ്രീമിയം ക്വാളിറ്റി ആൾക്കാരുടെ ലീഡ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. അവർ ലീഡ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഡേറ്റ വെച്ചിട്ട്, അവരുടെ ഫോൺ നമ്പർ ഇമെയിലും വെച്ചിട്ട് അവരെ പോലെ തന്നെ ഇരിക്കുന്ന വേറെ സെറ്റ് ഓഫ് ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവരിലേക്ക് മാത്രം പരസ്യം എത്തിക്കുക. ഇതാണ് നമ്മളുടെ ഫേസ്ബുക്കിലൊക്കെ പോലെ ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്നൊക്കെ പറയൂലേ, സിമിലർ ഓഡിയൻസ്, ഇതേപോലത്തെ വേറെ ആൾക്കാർ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു വളരെ നല്ലൊരു ടൂളാണ് കസ്റ്റമർ മാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നേരെ ഇവിടെ വന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡേറ്റ സോഴ്സ് കണക്ട് ചെയ്യാന്നാണ്. അപ്പൊ നമ്മൾ ഒരു പുതിയ ഡേറ്റ സോഴ്സ് കണക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഗൂഗിൾ ഷീറ്റ്സ് അറ്റാച്ച് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല CRM കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം. പക്ഷെ ഏറ്റവും എളുപ്പം ഗൂഗിൾ ഷീറ്റ്സ് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുക. ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ ഷീറ്റിൽ നിന്നും നമ്മൾ ഇങ്ങോട്ടേക്ക് ലിങ്ക് ചെയ്യുക. വേറൊരു തേർഡ് പാർട്ടിയോ ടൂൾസ് ഒന്നും വേണ്ടാതെ അങ്ങനെ ചെയ്യുക എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് താഴെ വന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഗൂഗിൾ ആഡ്സിൽ നിന്നും ഒരു ഒരു എന്താ പറയാ, സൈൻ ഇൻ, നമ്മുടെ ഗൂഗിൾ ഷീറ്റ്സിന്റെ അകത്ത് സൈൻ ഇൻ ചെയ്യണമല്ലോ. ഗൂഗിൾ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എക്സൽ ഷീറ്റ് തന്നെ, പക്ഷെ ഗൂഗിളിന്റെ എക്സൽ ഷീറ്റ്സിനെയാണ് ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് സാധാരണ മൈക്രോസോഫ്റ്റ് എക്സൽ പോലെ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാം. അതിന്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ലീഡ്സ് അപ്ലോഡ് ചെയ്തു, അത് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. അത് കണക്ട് ചെയ്യാനായിട്ട് ഏത് ഗൂഗിൾ അക്കൗണ്ടിൽ നിന്നാണോ നിങ്ങൾ ആ ഷീറ്റ്സിൽ സൈൻ ഇൻ ചെയ്തിരിക്കുന്നത്, ഈ അക്കൗണ്ട് ഏതിനാണ് ഇരിക്കുന്നത് അതിലേക്ക് നമ്മൾ വീണ്ടും സൈൻ ഇൻ ചെയ്യണം. അപ്പൊ ഞാൻ ഈ ഇമെയിൽ അഡ്രസ് വെച്ചിട്ടാണ് സൈൻ ഇൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കോൺടാക്ട് ഉണ്ടെങ്കിൽ ഇമെയിൽ വെച്ച് മതി കേട്ടോ. അപ്പൊ ഈ ഇമെയിലേക്ക് ഞാൻ സൈൻ ഇൻ ചെയ്യാം. അപ്പൊ സൈൻ ഇൻ ചെയ്യുമ്പോൾ ഗൂഗിൾ ഷീറ്റ് ആയിട്ട് ഒരു ലിങ്ക് വരും. ഓക്കെ, ഗൂഗിൾ ഷീറ്റ് ആക്സസ് ചെയ്യണം, ഞാൻ പെർമിഷൻ കൊടുക്കുകയാണ്. ഓക്കെ,
അങ്ങനെ നമ്മൾ ഗൂഗിൾ ഷീറ്റ് ആയിട്ട് കണക്റ്റഡ് ലിങ്ക് ഓഫ് ദി ലിങ്ക് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് അടിക്കുന്നു. അപ്പോൾ ഇതിൽ എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റാസ് ആണ് നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്നതെന്നാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. ബേസിക്കലി ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇമെയിൽ, ഫോൺ നമ്പറും ഒക്കെയല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. പേര്, ഇമെയിൽ, ഫോൺ നമ്പർ. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതിന് നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഗൂഗിൾ ഷീറ്റിനെ സെലക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഗൂഗിൾ ഷീറ്റ്സ് ഇല്ല. അപ്പൊ നമ്മൾ നേരെ നമ്മളുടെ ഡ്രൈവിൽ പോയിട്ട് ഒരു പുതിയൊരു ഷീറ്റ് ഉണ്ടാക്കി വെക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പോയിട്ട് ഒരു ഗൂഗിൾ ഷീറ്റ് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഒരു ഗൂഗിൾ ഷീറ്റ് തുറന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഫോൺ, ഇമെയിൽ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ സിപ്പ് കോഡ്, പിൻ കോഡ് ഇല്ലേ, ആ കസ്റ്റമറുടെ പിൻ കോഡും അഡ്രസ്സും അങ്ങനെ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ഷീറ്റ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നേരെ വീണ്ടും ഗൂഗിൾ ആഡ്സിലേക്ക് പോയിട്ട് ഇവിടെ വന്നിട്ട് കണക്ട് ഷീറ്റ് മാനുവലി, കണ്ടിന്യൂ. ഞാൻ വീണ്ടും പെർമിഷൻ കൊടുക്കുവാണ്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ വീണ്ടും ബ്രൗസ് ക്ലിക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ആ പേരുള്ള ഷീറ്റ് ഇതിനകത്ത് തുറന്നു വരും. ഇത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഒന്ന് രണ്ട് ഫീൽഡ് അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഫോൺ, ഇമെയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് കൺട്രോൾ കോഡും പിൻ കോഡൊക്കെ കൊടുക്കാമായിരുന്നു. പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. ഇത് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ ഗൂഗിൾ ഷീറ്റിൽ പോയിട്ട് വീണ്ടും കൺട്രി കോഡും പോസ്റ്റൽ കോഡും കൊടുക്കാം. ഇതില്ലാതെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കൺട്രി കോഡ് എന്ന് പറഞ്ഞാൽ +91 ആണേ. അതായത് ഇന്ത്യ ആണെങ്കിൽ +91, UAE ആണെങ്കിൽ +971, സൗദി ആണെങ്കിൽ 966, അങ്ങനെ അങ്ങനെ വരുന്ന സംഭവമാണ്. ഓക്കെ, പോസ്റ്റൽ കോഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അവിടുത്തെ പിൻ കോഡ്. ഓക്കെ, 683561682024 അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് ഇത് ഇനി ഒന്നും കൂടി ബാക്കിൽ പോയിട്ട് ഒന്ന് റീപ്ലേസ് അടിച്ച് വീണ്ടും സെലക്ട് ചെയ്ത് സെലക്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് അടിച്ച് നോക്കാം. ഇനി താഴേക്ക് വന്നിട്ട് ഇത് രജിസ്റ്റർ ആവുന്നില്ലല്ലോ. എന്നാൽ ഞാനൊന്ന് കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ വന്നിട്ട് ഒന്ന് മാറ്റി പിടിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്താൽ അത് വരുമോ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം. നെക്സ്റ്റ് അടിക്കുന്നു, റീപ്ലേസ് ചെയ്യുന്നു, ഡിജിറ്റ് ആൻഡ് സെലക്ട്, താഴേക്ക് വരുന്നു. ലോഡായോ? ലോഡായിരിക്കുകയാണ്. നെക്സ്റ്റ് അടിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഫോൺ, ഇമെയിൽ, ഫസ്റ്റ് നെയിം, കൺട്രി, സിപ്പ്, അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ കൊടുത്തു കഴിഞ്ഞാലാണ് അത് റെഡി ആവുക കേട്ടോ. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ നെയിം, ഡിജിറ്റ് ആൻഡ് കസ്റ്റമർ മാച്ചസ്, ഡേറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളത്, അത് അപ്ഡേറ്റ് ചെയ്യുന്ന ഷെഡ്യൂൾ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഷീറ്റിൽ വന്നിട്ട് ഇവിടെ നമുക്ക് ഡീറ്റെയിൽസിന് ഓരോ ആൾക്കാരുടെ പേര്, ഫോൺ നമ്പറും എല്ലാം എൻ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കാം. അത് ഓട്ടോമാറ്റിക്കലി ഇവർ ഇന്ന ടൈമിൽ അവർ അത് അപ്ഡേറ്റ് ചെയ്യും. അവർ അവരുടെ ഉള്ളിലേക്ക് ഗൂഗിൾ ആഡ്സിനകത്തേക്ക് ആ ഡേറ്റ കൊണ്ടുപോകും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത് ഫിനിഷ് കൊടുക്കുക. അപ്പൊ അങ്ങനെ നമ്മുടെ ഗൂഗിൾ ഷീറ്റ് കണക്റ്റഡ് ആയിരിക്കുകയാണ്. ഇതാണ് ഡേറ്റ സോഴ്സ്. ഇവിടെ നമുക്ക് ഒരു ഓഡിയൻസ് സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പ്രീവിയസ് ബയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിയൻസ് സെഗ്മെന്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പല പല ഓപ്ഷൻസ് ഉണ്ട്. ഹൈ വാല്യൂഡ് കസ്റ്റമേഴ്സ്, ഡിസെൻഗേജ് കസ്റ്റമേഴ്സ്, ക്വാളിഫൈഡ് ലീഡ്സ്, കൺവേർട്ടഡ് ലീഡ്സ്, അങ്ങനെയൊക്കെ. ഇപ്പൊ നമ്മൾ കൺവേർട്ടഡ് ലീഡ്സിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ കൺവേർട്ടഡ് ലീഡ്സിനെ പോലെ തന്നെ നല്ല എന്താ പറയാ, നല്ല നല്ല കസ്റ്റമേഴ്സിനെ വീണ്ടും വീണ്ടും എത്തിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ അകത്ത് ഇവിടെ ഡേറ്റയ്ക്ക് ഒരു പെർമിഷൻ കൊടുക്കണം. ഓക്കെ, ഗൂഗിൾ ആഡ്സിന് ഓക്കെ, അത് നമ്മുടെ സ്വന്തം ഡേറ്റയാണ്, നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് അടിച്ചു മാറ്റിയ ഡേറ്റ അല്ല, സ്വന്തം ഡേറ്റയാണ് എന്ന് കൊടുത്ത് ഒരു ഇത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, മെമ്പർഷിപ്പ് ഡ്യൂറേഷൻ, അത് എത്ര നാള്, ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ലിസ്റ്റുകൾ എത്ര നാൾ ഇതിന്റെ ഉള്ളിൽ നിൽക്കണം, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കണം എന്നുള്ള ഡീറ്റെയിൽ ആണ്. ഫോർ എക്സാമ്പിൾ, അതായത് ചില കേസുകൾ, ചില ഓഫേഴ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 10 ദിവസത്തേക്ക് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാം. ജനറലി എപ്പോഴും ഇരിക്കുന്നതാണ്, കുറച്ച് ലോങ് ആയിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് ഇത് ഒരു ഓഡിയൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, പക്ഷെ ഇതിലൊരു ഒരു ഒരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് ഇതിൽ 1000 മാച്ച്ഡ് കസ്റ്റമേഴ്സ് വേണം ഇത് വർക്ക് ചെയ്യാനായിട്ട്. ഇതാണ് ഒരു ക്യാച്ച് എന്ന് പറയുന്നത്. ഓൾസോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഗൂഗിൾ മാച്ച് കസ്റ്റമേഴ്സ് ഓൺ ഗൂഗിൾസ് നെറ്റ്വർക്ക്സ്. അതായത് നമ്മൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സിന്റെ ലീഡിന്റെ ഇൻഫോർമേഷൻ ഗൂഗിൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ യൂട്യൂബ്, ഗൂഗിൾ ഡിസ്പ്ലേ, ഡിസ്കവർ, ജിമെയിൽ, എവിടെ പോയാലും അവര് എന്താണ്, അവരിൽ നമ്മൾ പരസ്യം കാണും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കസ്റ്റമർ മാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ വേറെ കാര്യം കാണിച്ചു തരാം.
ഷെയർഡ് ലൈബ്രറി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് മാനേജറിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? പ്രീവിയസ് ബയേഴ്സ് എന്ന് പറയുന്ന ഒരു ഓഡിയൻസ് സെഗ്മെന്റ് ഇവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് അതിന്റെ സെർച്ച്, യൂട്യൂബ്, ഡിസ്പ്ലേ, ജിമെയിൽ ക്യാമ്പയിൻ 4 ക്യാമ്പയിൻസിലാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുക. പക്ഷെ അത് കണ്ടോ, അവര് 100-ൽ താഴെയാണ് ഇൻഫർമേഷൻ ഉള്ളത്, ഐ മീൻ ഡീറ്റെയിൽസ് അതിന്റെ അകത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളിനായിട്ട് ഇവിടെ 2 ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 100-ന് താഴെയാണ്. അപ്പൊ ഒരു 1000-ന് മേലെ ഡേറ്റ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ ഓഡിയൻസിനെ നിങ്ങൾക്ക് പല പല ക്യാമ്പയിൻസിലേക്ക് ഇവിടെ നിന്ന് അറ്റാച്ച് ചെയ്യാം. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾ ഇതിൽ ക്യാമ്പയിൻസ് ഇല്ല, ക്യാമ്പയിൻസ് ഉണ്ടെങ്കിൽ നേരെ അതിൽ അറ്റാച്ച് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ആഡ്സ് റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ ടാർഗറ്റഡ് ആയിട്ട് നമ്മുടെ ഓഡിയൻസിലേക്ക് ഇത് എത്തിക്കുന്ന ഒരു പരിപാടിയാണ് കസ്റ്റമർ മാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ്, വളരെ റിസൾട്ട്സ് തരുന്ന ഒരു സംഭവമാണ്. കാരണം കൂടുതൽ പുതിയ ആൾക്കാരെ കണ്ടുപിടിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഏകദേശം നമുക്ക് അറിയാം നമ്മളുടെ കസ്റ്റമേഴ്സ് ആരാണെന്ന്. അപ്പൊ അവരിലേക്ക് തന്നെ നിങ്ങൾക്ക് ആഡ് റൺ ചെയ്യാം, അവരിലേക്ക് ഓഫേഴ്സ് റൺ ചെയ്യാം, പോയിട്ടുള്ളവരെ നമുക്ക് വീണ്ടും വീണ്ടും എടുക്കാം. ഇനി നമ്മളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എന്താ പറയാ അപ്സെൽ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള, അതായത് ഇപ്പൊ ഒരു ബിസിനസ് ഒരു സർവീസ് കൊടുത്തു, ഇനി നാളെ വേറൊരു സർവീസും കൂടി അവർക്ക് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് മാത്രം നമുക്ക് സ്പെഷ്യൽ ഓഫേഴ്സ് റൺ ചെയ്യാം. അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മുടെ കോമൺ സെൻസും നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധിയും ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗൂഗിൾ ആഡ്സിലെ പല ടൂൾസും യൂസ് ചെയ്യാം. ഇതാണ് കസ്റ്റമർ മാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്.